സമീപ വർഷത്തിൽ കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ വിറപ്പിച്ച ഒരു കൊലപാതകത്തിന്റെ പിന്നാമ്പുറ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പകൽ വെളിച്ചത്തിൽ നഗരമധ്യത്തിൽ പോലും നമ്മുടെ സ്ത്രീകളൊന്നും അത്ര കണ്ട് സുരക്ഷിതരല്ലെന്ന് ഈ കൊലപാതകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്ഥലം കുറവങ്കോണത്തെ അമ്പലമുക്ക്. വർഷം 2022 ഫെബ്രുവരി 6-ാം തീയതി. കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിന്നിരുന്ന ഒരു ഞായറാഴ്ചയായിരുന്നിട്ട് കൂടി വിനീത താൻ ജോലി ചെയ്യുന്ന അലങ്കാര ചെടികൾ വിൽക്കുന്ന കടയിൽ പോയത് ചെടികൾക്ക് വെള്ളമൊഴിക്കാനായിരുന്നു. വിനീതയ്ക്ക് 38 വയസ്സുണ്ട്. ഭർത്താവ് മരിച്ചു പോയതാണ്. 2 ചെറിയ കുട്ടികളുണ്ട്. ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെ ഒപ്പമാണ് താമസം. മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ആ 2 കുഞ്ഞുങ്ങൾക്കും അതേപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കുള്ള ഏക കൈത്താങ് എന്ന് പറയുന്നത് വിനീത മാത്രമാണ്. അതിനാൽ തന്നെയാണ് ആ സ്ത്രീ ഒരു ഉപജീവന മാർഗത്തിനായി ഈ ഷോപ്പിൽ ജോലിക്ക് വന്നത്. സമയം ഏതാണ്ട് ഉച്ചയോടടുത്തപ്പോൾ ആ ഷോപ്പ് ഉടമയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. കോൾ വിളിച്ചവർ പറഞ്ഞത്, ഞങ്ങൾ ചെടികൾ മേടിക്കാൻ ഷോപ്പിൽ വന്നിട്ടുണ്ട്, ഇവിടെ ആരെയും കാണുന്നില്ല എന്നാണ്. അതിന് മറുപടിയായിട്ട് ആ ഷോപ്പ് ഉടമ പറഞ്ഞത്, വിനീത എന്നു പേരുള്ള നമ്മുടെ ഒരു സ്റ്റാഫ് ഇന്ന് ജോലിയിലുണ്ട്, അവർ നിങ്ങൾക്ക് വേണ്ടതെല്ലാം എടുത്തു തരുമെന്നാണ്. എന്നാൽ വിളിച്ചവർ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഞങ്ങൾ വന്നിട്ട് കുറച്ചധികം നേരമായി, ഇവിടെ ആരും തന്നെ ഇല്ല, എന്നാൽ ഞങ്ങൾ പിന്നീട് ഒരു ദിവസം വരാമെന്നും പറഞ്ഞ് അവർ ഫോൺ കട്ടാക്കുകയാണ്. ഇതിനുശേഷം ആ ഷോപ്പ് ഉടമ വിനീതയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എന്നാൽ വിനീത ഉത്തരമൊന്നും നൽകുന്നില്ല. അദ്ദേഹം നിരവധി തവണ വിളിച്ചെങ്കിലും വിനീത കോൾ അറ്റൻഡ് ചെയ്തില്ല. ഇങ്ങനെ ഫോൺ എടുക്കാതെയായപ്പോൾ അദ്ദേഹത്തിന് ഒരു പരിഭ്രാന്തി തോന്നുകയാണ്. അങ്ങനെ പരിഭ്രാന്തി തോന്നാൻ കാരണം വിനീത സാധാരണ വിളിച്ചാൽ അപ്പോൾ തന്നെ ഫോൺ എടുക്കുന്നതാണ്. അതുമാത്രമല്ല, കുറച്ച് സമയങ്ങൾക്ക് മുൻപ് വരെ ഷോപ്പുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങൾക്ക് താനുമായി ഫോണിൽ സംസാരിച്ചതാണ്. അതിനാൽ തന്നെ അദ്ദേഹം ആ ഷോപ്പിൽ മറ്റൊരു സ്റ്റാഫിനെ വിളിച്ചിട്ട് ഷോപ്പിലേക്ക് വരാൻ പറയുകയാണ്. അദ്ദേഹവും കടയിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ചെന്ന് വിനീതയെ അവിടെ എല്ലാം അന്വേഷിച്ചെങ്കിലും എങ്ങും കണ്ടില്ല. അന്വേഷണത്തിന്റെ അവസാന ഘട്ടം എന്നോണം ആ ഷോപ്പിന്റെ പുറകിൽ ചെന്ന് നോക്കി അദ്ദേഹം കണ്ട കാഴ്ച മനസാക്ഷിയെ മരവിപ്പിക്കുന്ന, പേടിപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ആ നിലത്ത് രക്തം നിറയെ തളം കെട്ടി കിടക്കുകയാണ്. അതിന്റെ സമീപത്തായിട്ട് ഒരു വലയിൽ പൊതിഞ്ഞ രീതിയിൽ വിനീതയെ കാണാം. ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾക്ക് മനസ്സിലായി വിനീതയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ഭയന്നു പോയ മനുഷ്യനും സ്റ്റാഫും കൂടി എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞ് പോലീസിനെ വിവരമറിയിക്കുകയാണ്. സംഭവം അറിഞ്ഞ പോലീസ് ഉടൻ തന്നെ ഈ ഷോപ്പിലേക്ക് വരികയാണ്. കാര്യങ്ങൾ നിരീക്ഷിച്ച പോലീസിന് ചില കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. അതൊരു കൊലപാതകമാണെന്നും കഴുത്തിനേറ്റ മുറിവിൽ നിന്ന് രക്തം വാർന്നൊലിച്ചാണ് ആ സ്ത്രീ മരിച്ചിരിക്കുന്നതെന്നും അവർ മനസ്സിലാക്കുകയാണ്. ഉടൻ തന്നെ ശ്വാനസേനയുടെ സഹായം തേടുകയാണ്. ശ്വാനസേന ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി അവിടെയെല്ലാം മണം പിടിച്ച ശേഷം അപ്പുറത്തെ വിജനമായിട്ടുള്ള ഒരു പറമ്പിൽ ചെന്ന് കുറച്ചു നിന്നല്ലാതെ ആ രീതിക്ക് ഒരു അന്വേഷണ പുരോഗമനം ഉണ്ടാക്കാൻ സാധിച്ചില്ല. കടയിൽ CCTV ഇല്ലാത്തതിനാൽ തന്നെ ആ രീതിക്കും പോലീസിന് മുന്നോട്ട് പോകാനായില്ല. ഈ അമ്പലമുക്കിലെ ചെടിക്കടയുടെ സമീപത്തായിട്ട് നിറയെ വീടുകളും മറ്റു ഷോപ്പുകളും ഒക്കെ ഉണ്ട്. ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും അവിടെയൊക്കെ അറിയേണ്ടതാണ്. എന്നാൽ ഇത്ര വലിയൊരു കൊലപാതകം നടന്നിട്ടും ഒരു ചെറിയ സൗണ്ട് പോലും അവരാരും കേൾക്കാത്തത് പോലീസിന് വലിയ അതിശോക്തിയായി തോന്നുകയാണ്. ഒട്ടും സമയം കളയാതെ പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബോഡി ഓട്ടോപ്സിക്ക് അയക്കുകയാണ്. വളരെ അടുത്ത ദിവസം തന്നെ ഊർജിതമായ അന്വേഷണത്തിലേക്ക് പോലീസ് ഇറങ്ങുകയാണ്. അങ്ങനെ CCTV ക്യാമറകൾ പരിശോധിക്കാനാണ് അവർ തീരുമാനിച്ചത്. വീടുകളിലെയും ഷോപ്പുകളിലേക്ക് CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോൾ അവർക്ക് ഒരാളിൽ ചെറിയൊരു സംശയം തോന്നുകയാണ്. അങ്ങനെ സംശയം തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത്, അയാൾ സ്വാഭാവികമായും മാസ്ക് ധരിച്ചിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നതിനാൽ മാസ്ക് ഉണ്ടായിരുന്നു, കൂടാതെ തലയും മറച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബൈക്കിന് ലിഫ്റ്റ് ചോദിച്ച അയാൾ കുറച്ച് സമയത്തിന് ശേഷം ഒരു ഓട്ടോയിലേക്ക് യാത്ര മാറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ അയാൾ പോകുന്ന വഴിക്കുള്ള CCTV ക്യാമറകളാണ് പോലീസ് ഇങ്ങനെ പരിശോധിക്കുന്നത്. അതിനുശേഷം ഓട്ടോയിൽ നിന്ന് വീണ്ടും മറ്റൊരു സ്കൂട്ടറിലേക്ക് മാറുന്ന സമയം ആ മാസ്കും തലയിൽ ധരിച്ചിരുന്ന തുണിയും അപ്പോൾ ധരിച്ചിരുന്ന ഷർട്ടും ഒക്കെ മാറി മറ്റൊരു വേഷത്തിലാണ് അയാൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി പോലീസിനൊരു സംശയം തോന്നുന്നത്. പേരൂർ കടയിലെ ഒരു ഹോട്ടലിന്റെ മുൻപിൽ വെച്ചാണ് ഇയാൾ CCTV ക്യാമറകളിൽ നിന്ന് അപ്രത്യക്ഷനാവുന്നത്. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ഈ വ്യക്തിയുടെ രേഖാചിത്രം തയ്യാറാക്കി പേരൂർ കടയിലെ ഈ ഹോട്ടലിലേക്ക് പോലീസ് എത്തുകയാണ്. ഹോട്ടൽ ഉടമയെ ഈ രേഖാചിത്രം കാണിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ പോലീസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. അയാൾ പറഞ്ഞത്, ഇത് രാജേന്ദ്രനാണ്, രാജേന്ദ്രൻ ഈ ഹോട്ടലിലെ തൊഴിലാളിയാണെന്ന് പറയുകയാണ്. അപ്പോൾ രാജേന്ദ്രൻ എവിടെയെന്നുള്ള ചോദ്യത്തിന് ആ ഷോപ്പ് ഉടമ പറഞ്ഞത്, രാജേന്ദ്രൻ്റെ കൈക്ക് കഴിഞ്ഞ ദിവസം ഒരു മുറിവ് പറ്റിയതിനെ തുടർന്ന് അയാൾ നാട്ടിലേക്ക് പോയെന്നും അയാൾ തമിഴ്നാട് സ്വദേശിയാണെന്നും പറയുകയാണ്. ഉടൻ തന്നെ പോലീസ് അയാൾ താമസിച്ചിരുന്ന മുറി ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ മുറി ചെക്ക് ചെയ്തപ്പോൾ അതിൽ നിന്നും ഒരു ID കാർഡിൻ്റെ കോപ്പി കിട്ടുകയാണ്. ID കാർഡിൻ്റെ കോപ്പിയിൽ നിന്ന് ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി തമിഴ്നാട്ടിലെ നാഗർകോവിൽ സ്വദേശിയാണെന്ന് മനസ്സിലാക്കിയാണ്. ഒട്ടും സമയം കളയാതെ കേരള പോലീസ് നേരെ നാഗർകോവിലേക്ക് പോവുകയാണ്. നാഗർകോവിലെത്തിയ പോലീസ് സംഘം നേരെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് കാര്യങ്ങളെല്ലാം വിവരിച്ച് ഈ രേഖാചിത്രവും ID കാർഡും ഒക്കെ കാണിച്ചു കൊടുത്തപ്പോൾ നാഗർകോവിൽ പോലീസും വളരെയധികം ഞെട്ടിപ്പോവുകയാണ്. കേരള പോലീസിൽ നിന്ന് അറിഞ്ഞ വിവരങ്ങൾ നാഗർകോവിൽ പോലീസിനെയും നാഗർകോവിൽ പോലീസിൽ നിന്ന് അറിഞ്ഞ വിവരങ്ങൾ കേരള പോലീസിനെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയായിരുന്നു. എന്താണ് അത്രമാത്രം രാജേന്ദ്രനെ കുറിച്ച് നമ്മുടെ കേരള പോലീസ് അറിഞ്ഞത്? യഥാർത്ഥത്തിൽ രാജേന്ദ്രനാണോ ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയത്?
ക്രൈം ഡിറ്റക്റ്റീവ് രബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. എൻ്റെ പേര് രബിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചാനൽ ഒരു പുതിയ ചാനലാണ്. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനാൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത്. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും നിങ്ങളുടെ വിലപ്പെട്ട ലൈക്കും കമൻറ്റും കൂടി തന്നാൽ മാത്രമേ ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് റെക്കമെൻഡേഷനായി പോവുകയുള്ളൂ എന്നും ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. ഈ ഫോട്ടോ കണ്ട നാഗർകോവിൽ പോലീസ് കേരള പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കൊടും കുറ്റവാളിയാണ്. ഇതിനോടകം തന്നെ തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത 4 കൊലപാതക കേസുകളിലെ 1ാം പ്രതിയാണ് ഇയാൾ. അതായത് ഇയാളാണ് ആ 4 പേരെയും കൊലപ്പെടുത്തിയത്. ആ 4 പേരിൽ 3 പേരും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. അതിലെ കുടുംബനാഥൻ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്നു, മറ്റേത് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു, 3ാമത്തെ അദ്ദേഹത്തിന്റെ മകളുമായിരുന്നു. ഈ വിനീതയെ കൊലപ്പെടുത്തിയ അതേ രീതിയിൽ തന്നെയാണ് കഴുത്തിന് മുറിവേൽപ്പിച്ചാണ് എല്ലാവരെയും അയാൾ കൊലപ്പെടുത്തിയതെന്നും നാഗർകോവിൽ പോലീസ് പറയുകയാണ്. ഇത് കേട്ട കേരള പോലീസ് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് താങ്കൾ തേടി വന്നിരിക്കുന്നത് ഒരു കൊടും ക്രിമിനലിനെയാണെന്ന്. അത് മാത്രമായിരുന്നില്ല, നാഗർകോവിൽ പോലീസ് പറഞ്ഞ അടുത്ത കാര്യം ശരിക്കും കേരള പോലീസിന് വലിയ ആശ്ചര്യമുണ്ടാക്കുകയാണ്. അതെന്തായിരുന്നു വെച്ചാൽ, ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ആളാണ്, അതും എക്കണോമിക്സിൽ. അതിനുശേഷമാവട്ടെ MBAയും ചെയ്തിട്ടുണ്ട്. അതായത് നല്ല വിദ്യാഭ്യാസവും ലോകവിവരമൊക്കെയുള്ളൊരു വ്യക്തിയാണ് താങ്കൾ അന്വേഷിക്കുന്നതെന്നും കേരള പോലീസിന് മനസ്സിലാക്കുകയാണ്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ കേരള പോലീസും തമിഴ്നാട് പോലീസും കൂടി രാജേന്ദ്രന് വേണ്ടി വലവിരിക്കുകയാണ്. അങ്ങനെ വിനീതയെ കൊലപ്പെടുത്തിയ 4ാമത്തെ ദിവസം നാഗർകോവിലിലെ തന്നെ ഒരു ലോഡ്ജിൽ നിന്ന് രാജേന്ദ്രൻ അറസ്റ്റിലാവുകയാണ്. രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്ത കേരള പോലീസ് സംഘം ഉടൻ തന്നെ കേരളത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ ചോദ്യം ചെയ്യലിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ രാജേന്ദ്രൻ താനാണ് വിനീതയെ കൊലപ്പെടുത്തിയതെന്ന് സമ്മതിച്ചില്ല. എന്നാൽ വ്യക്തമായ തെളിവുകൾ നൽകിയപ്പോൾ താനാണ് കൊലപ്പെടുത്തിയതെന്ന് അയാൾ ഒടുവിൽ സമ്മതിക്കുകയാണ്. പിന്നീട് പോലീസിനുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അയാൾ കുത്താൻ ഉപയോഗിച്ച കത്തിയും അതേ രീതിയിൽ തന്നെ അപ്പോൾ ധരിച്ചിരുന്ന ആ വസ്ത്രവും എവിടെ എന്നുള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നു കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ തെളിവുകൾ കണ്ടെടുക്കാൻ വേണ്ടി ഒരു പ്രതിയെ പോലീസിനെ ചിറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് രാജേന്ദ്രൻ മാത്രമായിരിക്കും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കത്തി എവിടെയെന്ന ചോദ്യത്തിന് അയാൾ ഒരു ദിവസം പറയും ഞാൻ ഇന്ന സ്ഥലത്ത് വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കേരള പോലീസ് സംഘവും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരൊക്കെ കൂടി അങ്ങോട്ട് പോകും. എന്നാൽ അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഷർട്ടിനും കത്തിക്കും വേണ്ടിയിട്ട് ഒരുപാടധികം ദിവസങ്ങൾ കേരള പോലീസ് മെനക്കെടുകയാണ്. എന്നാൽ ചോദ്യം ചെയ്യേണ്ട രീതിക്ക് രാജേന്ദ്രനെ ചോദ്യം ചെയ്തപ്പോൾ മണി പോലെ കാര്യങ്ങളെല്ലാം വ്യക്തമായി പുള്ളി പറയുകയും ആ തെളിവുകളെല്ലാം കേരള പോലീസ് വീണ്ടെടുക്കുകയും ചെയ്യുകയാണ്. കത്തി അയാൾ ജോലി ചെയ്തിരുന്ന ഹോട്ടലിലും ധരിച്ചിരുന്ന ആ ഷർട്ട് സമീപത്തെ ഒരു കുളത്തിലുമാണ് ഉപേക്ഷിച്ചതെന്ന് പറയുകയാണ്. അതെല്ലാം കേരള പോലീസ് സംഘം കണ്ടെത്തുകയുമാണ് ചെയ്തത്. ഇനി നമുക്കറിയേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് അയാൾ ആ സ്ത്രീയെ കൊലപ്പെടുത്തിയത്. രാജേന്ദ്രൻ പറയുന്നത് എങ്ങനെയാണ്: അന്നേ ദിവസം അയാൾ മറ്റൊരു സ്ത്രീയെ പിന്തുടർന്നു വരികയായിരുന്നു. ആ സ്ത്രീയെ പിന്തുടർന്നു വന്നത് അവരുടെ മാല മോഷ്ടിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഏതാണ്ട് വിനീത ജോലി ചെയ്യുന്ന കടയുടെ മുൻപിൽ വെച്ചിട്ട് ആ സ്ത്രീ പെട്ടെന്ന് അപ്രത്യക്ഷയാവുകയാണ്. അടുത്തൊരു ഇരയെ തേടി അയാൾ ചുറ്റും പുറവും പരതിയപ്പോൾ അവിടെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്ന വിനിതയെ കാണുകയാണ്. വിനിതയെ അല്ല അയാൾ ശ്രദ്ധിച്ച് വിനിതയുടെ കഴുത്തിൽ കിടന്ന ഏതാണ്ട് 4 പവനോളം വരുന്ന മാലയായിരുന്നു. ചെടികൾ മേടിക്കാനെന്ന വ്യാജേന അകത്ത് കയറി അയാൾക്ക് മനസ്സിലായി ഷോപ്പിൽ മറ്റാരുമില്ലെന്ന് തന്നെ. എന്നാൽ ഇയാളുടെ സംഭാഷണ ശലഭങ്ങളിൽ എന്തോ വശപ്പച്ചക്ക് തോന്നിയ വിനീത അവിടെ നിന്നും പതുക്കെ പിന്മാറാൻ ശ്രമിക്കുന്ന സമയം അയാൾ വിനീതയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്. കഴുത്തിന് മീൻസ് ഈ മാലയിൽ കുത്തിപ്പിടിച്ചിട്ട് ഈ മാല പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ വിനീത ശക്തമായി തന്നെ അതിനെ എതിർക്കുകയാണ്. അങ്ങനെ എതിർത്തപ്പോൾ തൻ്റെ വസ്ത്രത്തിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന കത്തിയെടുത്ത് അയാൾ ആ സ്ത്രീയുടെ കഴുത്തിന് നേരെ ആ കറക്റ്റ് കഴുത്തിൽ കുത്തുകയാണ്. യഥാർത്ഥത്തിൽ കഴുത്തിന് കുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വോക്കൽ സിസ്റ്റം ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് കരയാനോ ഒച്ച ഉണ്ടാക്കാനോ ഒന്നും സാധിക്കില്ല. അതിനാലാണ് അയാൾ എല്ലാ കൊലപാതകങ്ങൾക്കും ഇതേ രീതി തന്നെ പിന്തുടരുന്നത്. കുത്തുകൊണ്ട വിനീത ഏതാണ്ട് 15 മിനിറ്റോളം രക്തം വാർന്നൊലിച്ചു മരിക്കുന്നത് അയാൾ കണ്ട് ആസ്വദിച്ചു എന്നാണ് പറയുന്നത്. മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം ആ മാല പൊട്ടിച്ചെടുത്ത് അടുത്ത് കിടന്നിരുന്ന ഒരു വല കൊണ്ട് ആ സ്ത്രീയെ മൂടിയ ശേഷം അയാൾ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പോലീസ് പറയുന്നത് ഇത്തരത്തിൽ ഇയാൾ വിറ്റ് കിട്ടുന്ന പണങ്ങളെല്ലാം ഓൺലൈൻ ട്രേഡിങ്ങിനും ക്രിപ്റ്റോ കറൻസിയിലൊക്കെ നിക്ഷേപിക്കുകയാണ് പതിവ്. ഒന്ന് ആലോചിച്ച് നോക്കുക, 2 കുഞ്ഞുങ്ങൾക്ക് അമ്മയാവേണ്ടിരുന്ന സ്ത്രീ അച്ഛൻ മരിച്ചു പോയിട്ടും തൻ്റെ കഠിനാധ്വാനത്തിലൂടെ ആ കുട്ടികളെ ഒരു ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ചവൾ. അതോടൊപ്പം തന്നെ വയസ്സായ തൻ്റെ അച്ഛനും അമ്മയ്ക്കും അത്താണിയാവേണ്ട സ്ത്രീ അവരെ കൊലപ്പെടുത്തിയ ഈ മൃഗത്തോട് പോലീസ് ചോദിക്കുകയാണ്, നിനക്ക് ഇങ്ങനെയൊക്കെ ഒരു ജീവിത സാഹചര്യമുള്ള ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതിൽ കുറ്റബോധമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ നരാധിപൻ പറഞ്ഞത്, തന്നെ എതിർക്കുന്നവരാരാണെങ്കിലും ഞാൻ അവരെ കൊലപ്പെടുത്തും, എനിക്കതിൽ കുറ്റബോധം ഇല്ല എന്നാണ്.
ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ജനങ്ങൾ ശരിക്കും അക്രമാസക്തരായിരുന്നു. നന്നേ പാടുപെട്ടാണ് ജനങ്ങളെ പോലീസ് ശാന്തരാക്കിയത്. സംഭവം നടന്ന് 85ാമത്തെ ദിവസം കേരള പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയാണ്. ഇപ്പോഴും ആ കേസിന്റെ വിചാരണ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് ശിക്ഷ കിട്ടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഇടയിൽ തന്നെ ഇപ്പോഴും ഇതേപോലുള്ള രാജേന്ദ്രന്മാർ ഒരുപാടധികം ഉണ്ടായിരിക്കും. അതിനാൽ തന്നെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും വളരെയധികം ശ്രദ്ധാലുവായി തന്നെ ജീവിക്കുക. ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും ജാഗ്രത പുലർത്തി ഓരോ നിമിഷവും ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഈ കഥ ഇഷ്ടമായെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കോടതിയുടെ വിധി വരുമ്പോൾ ഇവന് പരമാവധി ശിക്ഷ തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ 2 പിഞ്ചു കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും നല്ല രീതിക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യവും അവർക്ക് ഒരുങ്ങിക്കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയൊരു എപ്പിസോഡിൽ കാണും വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ.